ഹായ് ഹലോ, നമുക്കിന്ന് നേന്ത്രപ്പഴം വെച്ചുകൊണ്ട് റവയും പാലൊക്കെ ഉപയോഗിച്ച് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി കാണാം. അതിനായിട്ട് തൊലി കറുത്ത ഒരു പഴമാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ചെറുതായി കട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് മെൽറ്റായി വന്ന് തുടങ്ങിയാൽ നമുക്കിതിലേക്ക് നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി പഴം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. പഴം നമുക്ക് ഇത് ഉടച്ചെടുക്കണം കേട്ടോ. ഇനി ഉടച്ചെടുത്ത പഴത്തിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. ശർക്കര വേണമെന്നുണ്ടെങ്കിൽ ശർക്കരയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം പാടൊന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി അതേ പാനിലേക്ക് തന്നെ 1 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വറുക്കാത്ത റവയാണ് എടുത്തിരിക്കുന്നത്. വറുത്ത റവ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അങ്ങനെ റവ ചേർത്ത് കൊടുത്താൽ ഒരു 2 മിനിറ്റ് നേരം റവ ഒന്ന് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക. അധിക നേരം ഇട്ട് വേവിച്ചെടുക്കണമെന്നില്ല. അതിനുശേഷം ഒരു 1.5 കപ്പ് പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് കുറുകി കിട്ടും കേട്ടോ. ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂണ് പഞ്ചസാരയും 1/4 ടീസ്പൂണ് ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതൊരു മാവ് രൂപത്തിലാക്കി എടുക്കണം. ഇനി റവയുടെ കൂട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ. ഇതൊന്ന് ചെറുതായി ചൂടാറിയതിന് ശേഷം നല്ല പോലെ കുഴച്ചെടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് നേരം കൈ വെച്ചിട്ട് കുഴച്ചെടുക്കണം. അങ്ങനെ നമ്മൾ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡോ കിട്ടും കേട്ടോ. അത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ പഴത്തിൻ്റെ കൂട്ടും എടുത്ത് വയ്ക്കാം. അതിനുശേഷം റവയുടെ കൂട്ടിൽ നിന്നും ഒരു ഉരുള ബോൾ എടുത്തതിന് ശേഷം പഴത്തിൻ്റെ കൂട്ട് ചെറിയ ഉരുളകളാക്കിയിട്ട് റവയുടെ കൂട്ടിൻ്റെ ഉള്ളിലേക്ക് വെച്ച് പഴമൊക്കെ മുഴുവനായിട്ട് കവറാവുന്ന രീതിയിൽ ഈ ഒരു രീതിയിൽ ഷേപ്പാക്കി എടുക്കാം. അങ്ങനെ അതെല്ലാം നമ്മൾ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒരു ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. പഞ്ചസാര തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഡോയെ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 5 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ തവി വെച്ചിട്ട് വല്ലാതെ ഇളക്കാനൊന്നും പാടില്ല കേട്ടോ. അത് റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സോഫ്റ്റായി കിട്ടിയിട്ട് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ചുഴറ്റി കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ 5 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുത്തതിന് ശേഷം ഞാനിത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ലാസ്റ്റായിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ അതിലോട്ട് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ തേങ്ങ ചിരകിയതൊന്ന് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തതാണ്. അതിലേക്ക് അതുപോലെ കോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി പഴുത്ത പഴമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും കൂടി മറക്കരുത്. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ബൈ.